നമസ്കാരം. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിലെ ഗൂഗിൾ സ്റ്റോറേജിൽ നമുക്ക് കുറച്ച് സ്റ്റോറേജ് ഫ്രീ ആയിട്ട് കിട്ടിയാലോ? ഗൂഗിൾ നമുക്ക് 15 GB വരെ ഫ്രീ സ്റ്റോറേജ് തരുന്നുണ്ട്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ പ്ലാൻ അനുസരിച്ച് നമുക്കത് പർച്ചേസ് ചെയ്യേണ്ടി വരും. എന്നാൽ ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ നമ്മൾ എപ്പോൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് ആയിക്കോട്ടെ, ജിമെയിൽ ആയിക്കോട്ടെ, ഓപ്പൺ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. ഗൂഗിൾ സ്റ്റോറേജ് ഫുൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഗൂഗിൾ തരുന്ന 15 GB സ്റ്റോറേജ് നമുക്ക് എങ്ങനെ മാക്സിമം ഫ്രീ സ്പേസ് എടുക്കാമെന്നുള്ളത് ഒന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ബോക്സിൽ ഗൂഗിൾ ഡാഷ്ബോർഡ് എന്ന് സെർച്ച് ചെയ്യുക. നമ്മുടെ മൊബൈലിൽ ഒന്നിലധികം ഗൂഗിൾ മെയിൽ ഓപ്പൺ ആക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഗൂഗിൾ സ്റ്റോറേജ് ആണോ നമ്മൾ ഏത് ഗൂഗിൾ അക്കൗണ്ടിലെ സ്റ്റോറേജ് ആണോ ഇൻക്രീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഗൂഗിൾ സ്റ്റോറേജ് തന്നെയല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഗൂഗിൾ ഡാഷ്ബോർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ഫോട്ടോസ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലുള്ള നമ്മുടെ ഗൂഗിൾ സ്റ്റോറേജിലേക്ക് അപ്ലോഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഫോട്ടോസും ഡോക്യുമെൻറ്റും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇയർ ബേസിൽ നമുക്കിവിടെ ഓരോ ഫയലും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത ഫയലുകൾ ഉണ്ടാവും. ആ ഡിലീറ്റ് ചെയ്ത ഫയൽ ഈ അക്കൗണ്ടിലെ തന്നെ ട്രാഷ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ മുകളിൽ 3 ലൈന് കണ്ടല്ലോ, ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് ട്രാഷ് എന്ന് കാണാൻ സാധിക്കും. ഈ ട്രാഷിലാണ് നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത ഫയലുകളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പം ഈ ട്രാഷിൽ നിന്ന് നമുക്ക് ആ ഒരു ഫയലുകളൊക്കെ വീണ്ടും ഡിലീറ്റ് ചെയ്താൽ അത്രയും സ്പേസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് മെയിനായിട്ട് വേണ്ടത് താഴേക്ക് വരുമ്പോൾ ആ 3 ലൈനിൽ താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ സ്റ്റോറേജ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഈ സ്റ്റോറേജ് ഇപ്പം ഗൂഗിൾ ഫ്രീ ആയിട്ട് തരുന്ന 15 GB സ്റ്റോറേജിൽ 15 GB ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും ഗൂഗിളിൻ്റെ പ്ലാൻ അനുസരിച്ച്. അപ്പോൾ ഈ ഒരു സ്റ്റോറേജ് നമുക്ക് എങ്ങനെ ഫ്രീ സ്പേസിലേക്ക് എടുക്കാം അത് പറഞ്ഞുതരാം. അതിനായിട്ട് ഈ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക. സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴേക്ക് ഇങ്ങനെ വരുമ്പം റിക്കവർ സ്റ്റോറേജ് ഉണ്ടല്ലോ, ഈ റിക്കവർ സ്റ്റോറേജിൽ നമ്മുടെ ഫയൽ ഫോട്ടോസൊക്കെ കൺവേർട്ട് ചെയ്യുന്നത്. കൺവേർട്ട് എക്സിസ്റ്റിംഗ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ടു സ്റ്റോറേജ് സേവർ. താഴെയായിട്ട് ലേൺ മോർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കംപ്രസിംഗ് മൈ എക്സിസ്റ്റിംഗ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് കനോട്ട് ബി അൺഡൺ, ആ ഒരു ഡിക്ലറേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ കംപ്രസ് എക്സിസ്റ്റിംഗ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് കംപ്രസ് ചെയ്യാം. ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ കംപ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സ്റ്റോറേജിൽ ഒരുപാട് ഫയലുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സ്റ്റോറേജ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടല്ലോ 15 GB ഉണ്ടായിരുന്നിടത്ത് 13.5 GB ആയി ചുരുങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീഡിയോയിലൂടെ ഗൂഗിളിൻ്റെ സ്റ്റോറേജ് എങ്ങനെ ഫ്രീ ആക്കി എടുക്കാം എന്നുള്ളത് കണ്ടു. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ കംപ്രസ് ചെയ്ത ഫയലുകൾ ഇപ്പോൾ 4K വീഡിയോസ് നമ്മൾ കംപ്രസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു 4K ക്വാളിറ്റി നഷ്ടപ്പെട്ട് 1080 പൈറേറ്റിലേക്കായിരിക്കും നമുക്ക് ആ ഫയൽ കംപ്രസ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഒറിജിനൽ 4K വീഡിയോസും 1080 വീഡിയോസുമായിട്ട് ചെറിയ ആ ഒരു ക്വാളിറ്റി വ്യത്യാസം ഉണ്ടല്ലോ, അത് നമുക്ക് അപ്പോൾ ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 16 MB സൈസിൽ കൂടുതലുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് കംപ്രസ് ചെയ്തിട്ട് 16 MB താഴെയായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഗൂഗിൾ ഫോട്ടോസിൽ നിന്ന്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ 720 പൈറേറ്റിലും അതുകൊണ്ട് താഴെയുള്ള വീഡിയോസിനൊന്നും ഈ ഒരു കംപ്രസ് ചെയ്യുന്നതിന് മൂലം ക്വാളിറ്റി നഷ്ടപ്പെടാൻ സാധ്യതയില്ല. അതും കൂടെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് കൂടുതൽ ക്വാളിറ്റിയോട് കൂടെ വേണ്ട ഫോട്ടോ അതുപോലെ തന്നെ വീഡിയോ നമ്മൾ വേറെ രീതിയിൽ വേറെ ഏതെങ്കിലും ഒരു മെയിലിലേക്കോ ഒക്കെ മാറ്റി സൂക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് മാറ്റി സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ സ്റ്റോറേജ് ഇനി വേണമെന്നുണ്ടെങ്കിൽ, അതായത് കംപ്രസ് ചെയ്യാതെ നമുക്ക് സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ഇമെയിൽ ID കൂടെ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഒരു ഇമെയിൽ IDയിൽ ഇതുപോലെ 15 GB ഫ്രീ സ്റ്റോറേജ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യും. ആ സ്റ്റോറേജിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫയൽസ് മാറ്റി വെക്കുക. ഇതുപോലെ നമുക്ക് 2-3-4 മെയിൽ ID ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഗൂഗിൾ
ഫ്രീ സ്റ്റോറേജ് നമുക്ക് തരുന്നതാണ്. ഓരോ ഗൂഗിൾ അക്കൗണ്ടിൽ 15 GB വരെ ഫ്രീ സ്റ്റോറേജ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പർച്ചേസും ചെയ്യാതെ നമ്മുടെ ഫയലുകൾ ഒറിജിനൽ ക്വാളിറ്റിയോടെ നമുക്ക് സ്റ്റോറേജിൽ ചെയ്തു വെക്കാം. അതും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.